പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന മേഖലകളുമായിട്ട് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ജ്ഞാനസ്നാനം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. മരുഭൂമിയിൽ പ്രലോഭകൻ യേശുവിനെ പരീക്ഷിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു മരുഭൂമി അനുഭവമുണ്ട്. പലതരത്തിലുള്ള പ്രലോഭകനും പല മേഖലകളിലുമുള്ള പരീക്ഷണങ്ങൾ നമ്മളെ നടത്തുന്നുമുണ്ട്. എന്നാൽ നമ്മളൊരു സത്യം തിരിച്ചറിയണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്ധകാരശക്തി, ദുഷ്ടശക്തി ആ വ്യക്തിയെ പല മേഖലകളിലും തകർക്കുവാൻ ശ്രമിക്കും എന്നത് വലിയൊരു സത്യമാണ്. അതുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി പ്രലോഭകൻ മരുഭൂമിയിൽ കാത്തിരിക്കുന്നതും. കണ്ണിൻ്റെ ദുരാശയും ജഡത്തിൻ്റെ ദുരാശയും ജീവിതത്തിൻ്റെ അഹന്തയെയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യേശു അതിജീവിച്ചു. ജഡത്തിൻ്റെ ദുരാശയുടെ ഭാഗമായിരുന്നു യേശുവിനെ വിശന്നപ്പോൾ പ്രലോഭകൻ സാത്താൻ കല്ലുകൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണെന്ന്, ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ കല്ലുകളെ ഒന്ന് അപ്പമാക്കുക. യേശു പറഞ്ഞാൽ കല്ലപ്പമാകും. എന്നാൽ അത് കല്ലിനെ അപ്പമാക്കി കഴിഞ്ഞാൽ സാത്താൻ പറഞ്ഞത് അനുസരിക്കുന്ന വ്യക്തിയായി യേശു മാറ്റപ്പെടും. യേശു അവിടെ അതിജീവിക്കുകയാണ്. 100% ദൈവവും 100% മനുഷ്യനുമായ യേശു സാത്താൻ്റെ പ്രലോഭനത്തെ അതിജീവിക്കുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം തന്നെയാണ് ഈശോ പറയുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല തൃപ്തിപ്പെടുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ നാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വചനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വചനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാത്താനെ അതിജീവിക്കുന്നത്. സാത്താനും അറിയാം ഇത് ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാത്താൻ പ്രലോഭനവുമായിട്ട് കടന്നു വരുന്നത്. ഇന്ന് തിരുസഭയിലുള്ള ഓരോ മക്കളും ദൈവത്തിൻ്റെ മക്കളാണെന്ന് സാത്താന് വളരെ വ്യക്തമായിട്ടറിയാം. ആ ദൈവത്തിൻ്റെ മക്കളെ എങ്ങനെ നാശത്തിൽ കൊണ്ടുപോയി എത്തിക്കുക എന്നതാണ് സാത്താൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗം. ദൈവമക്കളോട് പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയെന്ന് ദൈവമക്കളോട് പറഞ്ഞപ്പോൾ സാത്താനും അതിൻ്റെ മറുവശത്തൊരു പദ്ധതിയുണ്ട് ദൈവമക്കളെക്കുറിച്ച്. ദൈവമക്കളെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിന് ആ ദൈവമക്കളെ ഈ ലോകത്തിൻ്റെ എല്ലാ മേഖലകളെയും അതിജീവിച്ചുകൊണ്ട് നിത്യതയിലെത്തിക്കുക, നിത്യസ്വർഗത്തിലെത്തിക്കുകയാണ് ദൈവിക പദ്ധതിയെങ്കിൽ, സാത്താൻ്റെ പദ്ധതി നിത്യനരകത്തിൽ കൊണ്ടുപോയി എത്തിക്കുക എന്നതാണ്. ഇവിടെ യേശു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ യേശു, സാത്താൻ്റെ ഒന്നാമത്തെ പ്രലോഭനത്തെ അതിജീവിക്കുന്നു. രണ്ടാമതായി നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു മലയുടെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നു. ലോകവും അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും സുഖഭോഗങ്ങളും രാജ്യവും അതിൻ്റെ മഹത്വവും ക്ഷണനേരം കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം എൻ്റേതാണ്, ഇതെനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും, നീ എൻ്റെ കാലിൽ വീണ് ആരാധിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ വെല്ലുവിളിക്കുന്ന ഒരു പ്രലോഭകനെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവമായ കർത്താവ് വചനത്തിലൂടെ തന്നെയാണ് അതിനെ എതിരിടുന്നത്. വീണ്ടും തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കും, ദേവാലയത്തിൻ്റെ പ്രാർത്ഥനയുടെ ഉന്നതിയിലേക്ക് കയറ്റിക്കൊണ്ടു പോയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്,
നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ താഴേക്ക് ചാട്, ചാടിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ദൂതന്മാർ നിൻ്റെ പാദങ്ങൾ കല്ലുകളിൽ തട്ടാതിരിക്കാൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? നീ ദൈവത്തിൻ്റെ പുത്രനാണ്, താഴേക്ക് ചാട്. ഈശോ അവിടെയും സാത്താൻ്റെ പ്രലോഭനത്തെ അതിജീവിച്ചു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ്റെ പ്രലോഭനത്തെ അതിജീവിക്കുന്നു. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, സാത്താനെ ദൂരെ പോവുക എന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെയാണ് യേശു പറയുന്നത് സാത്താനെ ദൂരെ പോവുകയെന്ന്. തിരുസഭ മക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒന്ന് കണ്ണിൻ്റെ ദുരാശ, കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം എൻ്റെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം, കണ്ണിൻ്റെ ദുരാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അതിനെ അതിജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഓരോ വ്യക്തിയും അതിനെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ആവശ്യമാണ്. അതുപോലെ തന്നെ ജഡത്തിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ മോഹങ്ങൾ, ജഡത്തിൻ്റെ ആസക്തികളെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അത്യാവശ്യമാണ്. അതുപോലെ മറ്റൊന്നാണ് ജീവിതത്തിൻ്റെ അഹങ്കാരം. ആ ജീവിതത്തിൻ്റെ അഹന്തയെ ഒന്ന് അതിജീവിക്കണമെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം കൂദാശകളിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കൂദാശകളിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് പുനഃസ്ഥാപിച്ച് ആ ബന്ധത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകിയെത്തുകയുള്ളൂ. നമുക്കൊരു നിമിഷം നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ കണ്ണിൻ്റെ ദുരാശയെയും ജഡത്തിൻ്റെ ദുരാശയെയും ജീവിതത്തിൻ്റെ അഹന്തയെയും ആത്മാവിൽ നിറഞ്ഞ് അതിജീവിച്ചതുപോലെ ഈ ലോകത്തിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കണ്ണിൻ്റെ ദുരാശയും ജഡത്തിൻ്റെ ദുരാശകളും ജീവിതത്തിൻ്റെ അഹന്തയും എല്ലാം അങ്ങയുടെ ആത്മാവിലൂടെ നിഹരിച്ചുകൊണ്ട് അങ്ങിലൊന്നായി തീരുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.